ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് റവന്യൂവിനെ പറ്റിയാണ് പറഞ്ഞത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ കേരള PSCയുടെ തന്നെ മറ്റൊരു ഭാഗമാണ്. ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അത് വേൾഡ് വാർ, അതുപോലെ തന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ, 1930s ഗ്രേറ്റ് ഡിപ്രഷൻ, അവിടൊക്കെ മുതൽ ഇങ്ങോട്ട് വൻതോതിൽ, അതായത് ഫ്രം 19th സെഞ്ച്വറി എന്ന് വേണേൽ പറയാം, 19ാം നൂറ്റാണ്ടിൻ്റെ ആ ഭാഗം മുതൽ ഇങ്ങോട്ട് ലോകത്തിൽ മൊത്തം തന്നെ എല്ലാ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാം തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ളിടത്താണ്, ഇന്ത്യയല്ല മിക്കവാറുള്ളിടത്തെല്ലാം ഉണ്ട്, 3 തരത്തിലുള്ള ഗവൺമെൻറ്റാണ്. അത് പ്രത്യേകിച്ച് നമ്മുടേതെന്ന് പറഞ്ഞ ഒരു ഫെഡറൽ ഗവൺമെൻറ്റാണ്. സെൻറ്ററുണ്ട്, സ്റ്റേറ്റുകളുണ്ട്, അതുപോലെ ലോക്കൽ ബോഡികളുണ്ട്. ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് സ്പെൻഡിങ്, ഓരോ വർഷമുള്ള സ്പെൻഡിങ്, അതിനെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫോർ ഡിഫൻസ് സർവീസസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ. അതാണ് മൊത്തത്തിൽ അതിൻ്റെ ഉദ്ദേശം. പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ മൊത്തം ഉദ്ദേശം നമുക്ക് ഡിഫൻസ് അത്യാവശ്യമാണ്, ഡിഫൻസ് സർവീസ്, പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ, ഇതിനു വേണ്ടിയാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ മോഡേൺ സ്റ്റേറ്റുകളാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്തെന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് റീസൺസ് ഫോർ ഇൻക്രീസിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കുറേയൊക്കെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് വെൽഫെയർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വെൽഫെയർ ആണ്, എല്ലാവർക്കും ക്ഷേമം, അതിന് ചിലവേറും. അതുപോലെ നാഷണൽ ഡിഫൻസ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 144 കോടിയോളം ജനങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം, സ്പെൻഡിങ് കൂടും. പിന്നെ ഗ്രോത്ത് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട്, അതായത് ലോക്സഭ, നിയമസഭ, ഇലക്ഷൻസ്, പിന്നെ അതിന് ചേർന്നിട്ടുള്ള സംഭവങ്ങൾ, മന്ത്രിസഭാ രൂപീകരണം, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, വൻതോതിൽ ചിലവ് വരും. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതുപോലുള്ള എല്ലാ മേഖലകളിലും വൻതോതിൽ സ്പെൻഡിങ് വേണ്ടി വരും. അതുപോലെ അർബനൈസേഷൻ, നമുക്ക് പഴയ കാലത്ത് റൂറൽ ഏരിയ അല്ലെ റൂറൽ ഡെവലപ്മെൻറ്റൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ അർബനൈസേഷനിലേക്ക്, നഗരവൽക്കരണത്തിലേക്ക് പോകുന്നു, സ്പെൻഡിങ് കൂടും. അതുപോലെ ഇൻഫ്ലേഷണറി പ്രഷറാണ് ഇപ്പോൾ, വൻതോതിലുള്ള പിന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അപ്പോൾ നമുക്ക് ചിലവേറും. അതുപോലെ പ്ലാനിങ്, ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാനിങ്, HRD, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ കോടിക്കണക്കിന് പണച്ചെലവുണ്ട്. പിന്നെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ധാരാളമുണ്ട്. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് വിത്ത് ഇൻട്രസ്റ്റ്, വൻതോതിൽ നമ്മൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ്, വായ്പകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചടയ്ക്കുകയും ചെയ്യണം. ഒപ്പം തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വലിയൊരു ചിലവാണത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഡിപ്രഷൻ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യണം, മാനേജിങ് ഡിപ്രഷൻ. അതുപോലെ തന്നെ ഗ്രാൻസ് നീഡ് ടു സ്റ്റേറ്റ്സ്, ദെൻ ലോക്കൽ ബോഡീസ് എക്സെട്ര. നമുക്ക് വർഷാവർഷങ്ങളിൽ എല്ലാ സ്റ്റേറ്റുകൾക്കും അതുപോലെ തന്നെ ലോക്കൽ ബോഡികൾക്കൊക്കെ തന്നെ നല്ലൊരു ചിലവ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റീസൺസ്, എന്തുകൊണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുന്നു എന്നുള്ളതിൻ്റെ പിന്നെ റീസൺസാണ്. പിന്നെ അവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് കാനൺസ് ആണ്, റൂൾസ്, എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ ആയിരിക്കണം, അതിനെപ്പറ്റി ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനെ ക്യാനൺസ് എന്നാണ് അറിയപ്പെടുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് വേണമെങ്കിലും പറയാം. അതൊന്ന് ഓർത്തിരുന്നോണം. അത് പ്രധാനമായിട്ടുള്ളത് ബെനിഫിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് മാക്സിമം സോഷ്യൽ ബെനിഫിറ്റ് ടു ദ പബ്ലിക്. അതാണ് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതായത് എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിഭാഗങ്ങൾക്കും മാക്സിമം അഡ്വാൻറ്റേജ് കൊടുക്കണം. അതുപോലെ ക്യാനൺ ഓഫ് എക്കോണമി എന്ന് പറയും. എക്കോണമി എന്ന് പറയുമ്പോൾ ഫ്രീ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റ് എക്സ്പെൻഡിച്ചർ ഒന്നും വരാൻ പാടില്ല, കറക്റ്റായിട്ടുള്ള സ്പെൻഡിങ് അതായിരിക്കണം. പിന്നെ അതുപോലെ സാങ്ഷൻ, അപ്പോൾ അതിന് അതോറിറ്റി, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റി ഏതാണോ അവരുടെ സാങ്ഷൻ, അവരുടെ അനുമതി അനുസരിച്ചാണ് സ്പെൻഡിങ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സാങ്ഷൻ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം സർപ്ലസ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ റവന്യൂ സർപ്ലസ്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് റവന്യൂ കിട്ടണം. അങ്ങനെ റവന്യൂ വന്നാൽ അത് സർപ്ലസ് ആണ്. ആ
സർപ്ലസും കൊണ്ട് നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനോ അല്ലെ പഴയ കടത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാനോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഇലാസ്റ്റിസിറ്റി, അതായത് ഒരിക്കലും റിജിഡ് അല്ല നമ്മുടെ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അത് ഇലാസ്റ്റിക് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റണം, അതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആയിരിക്കണം, അതായത് ഓരോ യൂണിറ്റ് മണി സ്പെൻഡ് ചെയ്യുമ്പോഴും അത് പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്കായിരിക്കണം. പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം റേസ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കണം. അതുപോലെ ഇക്വറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ ഇന്നീക്വാളിറ്റി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈക്വറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അത് വേറൊരു ഉദ്ദേശമാണ്. പിന്നെ കോർഡിനേഷൻ ഉണ്ട്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഫെഡറൽ ഗവൺമെൻറ് ആണ്, അപ്പോൾ സെൻട്രൽ, സ്റ്റേറ്റ്, ലോക്കൽ ഗവൺമെൻറ് എല്ലാം കൂടെ ചേർന്നൊരു കോർഡിനേഷൻ, ഈ രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് റൂൾസ് ഇതിൻ്റെ അകത്തിൽ ഉണ്ട്. പിന്നെ എക്സ്പെൻഡിച്ചറിനെ പറ്റി പറഞ്ഞാൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അങ്ങനെ പല തരത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറുകൾ, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറുകൾ. ഇനി നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തിൽ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഉണ്ട്, നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തിൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസസ്, അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ ഗ്രാൻസ് ഇൻ എയ്ഡ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. പിന്നെ ഇതുകൂടാതെ നോൺ ഡെവലപ്മെൻറ്റ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ, ഡിഫൻസ്, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, സബ്സിഡികൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞു ഹയസ്റ്റ് എക്സ്പെൻഡിച്ചർ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ, അല്ലെ ഇന്ത്യയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഹയസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജ് സ്കെയിൽ ബോറോയിങ് ഉണ്ട്. അത് ഇൻറ്റേർണൽ ബോറോയിങ് ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. അപ്പോൾ അതിന് കൊടുക്കുന്ന ആ റീപേയ്മെൻറ്റ് വിത്ത് ഇൻട്രസ്റ്റ്, ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർത്തിരുന്നോണം. ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ഓർത്തിരുന്നോണം. ഇനി ഹയസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ബോറോയിങ് തന്നെയാണ്, കാരണം നമ്മുടെ ഇൻകം കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പുറത്തുനിന്നോ അകത്തുനിന്നോ ഒക്കെയുള്ള പിന്നെ ബോറോയിങ്, അതുപോലെ മറ്റ് ലയബിലിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻകമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻകം. പക്ഷേ സ്പെൻഡിങ്ങും അത് തന്നെയാണ്, കാരണം അതിന് കൊടുക്കുന്ന സ്പെൻഡിങ് എക്സ്പെൻഡിച്ചർ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന മേഖലകൾ HRD, മുമ്പേ ഞാൻ പറഞ്ഞു, അത് എങ്ങാണ്ട് ഇപ്പോഴത്തെ 4.6% ആണ് നമ്മുടെ GDPയുടെ 4.6% ആണ് HRDക്ക് വേണ്ടിയുള്ള സ്പെൻഡിങ്. അതുപോലെ ഡിഫൻസ് ഉണ്ട്. ഡിഫൻസ് ആണ്, അത് സമയങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, എങ്കിലും ഞാൻ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള കണക്ക് 13.45 ആണ്, 13.45 എന്ന് പറയും. അതായത് ടോട്ടൽ 6.81 ലാക്സ് ക്രോഴ്സാണ് ഏറ്റവും ലാസ്റ്റിൽ ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചത്. 6.81 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതായത് ധനക്കമ്മി കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ ആണ്, റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റെഡ്യൂസിങ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ എങ്ങനെയെങ്കിലും റെഡ്യൂസ് ചെയ്യുക. അത് എവിടെ വരെയാണ്? 3% ഓഫ് ദ GDP, നമ്മുടെ GDPയുടെ 3% ആയിട്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക. ഈ ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ച ഒരാക്റ്റാണ് FRBM, ഓർത്തിരുന്നോണം. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്, FRBM എന്ന് പറയും. 2003 അത് ആക്ട് പാസ്സായത്. അത് കം ഇൻ ടു ബീയിങ്, അല്ലെങ്കിൽ അത് കം ഇൻ ടു ഫോഴ്സ് എന്ന് പറയാം, തുടങ്ങിയത് June 5, 2004 ആണ്. അതായത് 2004 June 5 മുതലാണ് തുടങ്ങിയത്, ശരിയായിട്ട് തുടങ്ങിയതെന്ന് പറയാം. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം PM ഗതിശക്തി, അതായത് പ്രധാനമന്ത്രി ഗതിശക്തി. അതിൻ്റെ മൊത്തം പേര് പ്രധാനമന്ത്രി ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ, അല്ലെങ്കിൽ PMGSNMP. അത് ലോഞ്ച് ചെയ്തു 2021 October 13. ഒരു കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻ്റ് ആണ് എൻ്റെ ഉദ്ദേശം. മൾട്ടി മോഡൽ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും. ഒരുപാട് ഒരു 7 എൻജിൻസ് എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 7 മേഖലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതായത് റെയിൽവേസ്, റോഡ്സ്, പോർട്സ്, തുറമുഖങ്ങൾ, അതിൽ വാട്ടർവേസ്, എയർപോർട്ട്സ്, മാസ് ട്രാൻസ്പോർട്ട്,
ട്രാൻസ്പോർട്ട്, അതുപോലെ ലോജിസ്റ്റിക്സ്. ഇപ്പോഴത്തെ പുതിയൊരു വിദ്യാഭ്യാസം കൂടാണ് ലോജിസ്റ്റിക്സ്. അതായത് ഓരോരുത്തർക്കും വേണ്ടിയ കമോഡിറ്റീസ് അല്ലെ സർവീസസ് അത് എത്തിച്ചു കൊടുക്കുക, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുക, ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, അതിൻ്റെ വാഹന സർവീസ്, അതിൻ്റെ ഇൻഫർമേഷനുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് വിതരണം ചെയ്യുക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് അല്ലെങ്കിൽ അതിൻ്റെ വിതരണങ്ങൾ ഉൾപ്പെടെയുള്ള, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ലോജിസ്റ്റിക്സ്. ഏതോ ഒരു 5 വർഷക്കാലത്തേക്ക്, അതായത് അതിനുവേണ്ടി മാറ്റിവെച്ചത് 100 lakhs crores of rupees ആണ്. അതായത് വരുന്ന ഒരു 5 വർഷക്കാലത്തേക്കുള്ള ഒരു മാസ് എക്കണോമിക് ഡെവലപ്മെൻറ്റാണ്. അതിന് 100 ലക്ഷം കോടി രൂപയാണ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബജറ്റ്. ഇത് ഈ പി എം ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു യോജന അത് ബജറ്റിൻ്റെ ഭാഗം അല്ല എന്നൂടെ ഓർത്തിരുത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പബ്ലിക് റവന്യൂ പറഞ്ഞു, ഇത് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതുവഴി എങ്ങനെ നമ്മുടെ എക്കോണമിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാം, ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബജറ്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ്. ഓക്കെ.